വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഫസ്ന സൂബർ. ഇന്ന് ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ആ രീതിയിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇത് റെഡിമെയ്ഡായിട്ട് വാങ്ങുന്ന ഇളനീർ പൾപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പി ഇട്ട സമയത്ത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, റെഡിമെയ്ഡ് ഇളനീർ പൾപ്പ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പുഡിങ് ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും പറ്റും കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. നമ്മളെപ്പോഴും ഇളനീർ പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് ഇതിന് പാകത്തിനൊത്ത ഇളനീർ കിട്ടുക എന്നുള്ളതാണ് കേട്ടോ. പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ടെൻഡർ കോക്കനട്ട് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു റെഡിമെയ്ഡ് ടെൻഡർ കോക്കനട്ടിൻ്റെ പൾപ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 ലിറ്റർ പാലാണ് കേട്ടോ. 1/2 ലിറ്റർ പാല് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഞാനിവിടെ ജലാറ്റിൻ വെച്ചിട്ടാണ് ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നേ ഇട്ട വീഡിയോയിൽ നമ്മൾ ജലാറ്റിൻ വെച്ചിട്ട് എങ്ങനെയാണ് പുഡിങ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ ടീ കോക്കോൻ്റെ ടെൻഡർ കോക്കനട്ട് പൾപ്പ് വാങ്ങിയിട്ടുണ്ട്. ഇത് 1/2 kg ആണ് കേട്ടോ. ഇത് സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ നമ്മൾ കേക്കിൻ്റെ ആക്സസറീസൊക്കെ വാങ്ങുന്ന കടയിലും വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ ഇത് ഫ്രീസറിലാണ് വെക്കുന്നത്. നമ്മളെപ്പോഴും പുഡിങ് ഉണ്ടാക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ ഇതെടുത്ത് പുറത്തേക്ക് വെക്കുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എന്തിലേക്കൊക്കെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നതെന്നൊക്കെ ഇതിൻ്റെ പുറകിലായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ജ്യൂസുകളിലേക്കും അതുപോലെ തന്നെ പുഡിങ്, കേക്ക് അതിലേക്കൊക്കെ ഈ ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ പൾപ്പ് ഉപയോഗിക്കും. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 160 രൂപയാണ് കേട്ടോ. 1/2 കിലോന് 500 ഗ്രാമിന്. അത് നമുക്ക് പുഡിങ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് പുഡിങ് ഉണ്ടാക്കുമ്പോൾ ജലാറ്റിൻ ആണെങ്കിൽ ജലാറ്റിന്, അല്ലെങ്കിൽ ചൈന ഗ്രാസ് ആണെങ്കിൽ ചൈന ഗ്രാസ്, ഇതിലേതാണെങ്കിലും അത് കുതിരാൻ വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ജലാറ്റിനാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു 1/2 ലിറ്റർ പാലുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു ഇളനീർ പുഡിങ്ങിന് 1.5 ടേബിൾ സ്പൂൺ ജലാറ്റിനാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 15 മുതൽ അരമണിക്കൂർ വരെ നമുക്കിതൊന്ന് കുതിർത്തെടുക്കുക. നിങ്ങൾ ചൈന ഗ്രാസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 1/2 ലിറ്റർ പാലിലേക്ക് 10 ഗ്രാം, അതായത് ഒരു പാക്കറ്റ് ചൈന ഗ്രാസ് എടുക്കുക. അതിലേക്ക് 1 കപ്പ് ടെൻഡർ കോക്കനട്ടിൻ്റെ വാട്ടർ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചിട്ട് വേണം നമ്മളത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇല്ലെങ്കിൽ സാധാ നോർമൽ വാട്ടർ തന്നെ ഒഴിച്ചിട്ട് സോക്ക് ചെയ്ത് വെക്കുക. ഇനി ഈ ഒരു ടെൻഡർ കോക്കനട്ട് പൾപ്പിൽ ഷുഗർ ആഡ് ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ഇതിനനുസരിച്ചിട്ട് വേണം മധുരത്തിന് ആവശ്യമുള്ള കണ്ടൻസ്ഡ് മിൽക്കും ഷുഗറൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു ടെൻഡർ കോക്കനട്ട് പൾപ്പിൽ ഷുഗർ ആഡാണ്. ഇനി ഇതാ ഞാനിവിടെ 1/2 കപ്പ് ടെൻഡർ കോക്കനട്ട് പൾപ്പാണ് ഈ ഒരു 1/2 ലിറ്റർ പാലിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു 1/4 കപ്പും കൂടി എടുക്കുന്നുണ്ട്. അത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോൾ അതാ 1/2 കപ്പ് ടെൻഡർ കോക്കനട്ടിൻ്റെ പൾപ്പ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 400 ഗ്രാമിൻ്റെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ പകുതി 200 ഗ്രാമാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പം നമ്മൾ 1 ലിറ്റർ പാൽ വെച്ച് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു ടിന്ന് മുഴുവൻ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കുന്നത്. ഇത് 1/2 ലിറ്റർ പാലായതുകൊണ്ട് ഇതിൻ്റെ പകുതിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നേരത്തെ ഞാൻ 1/2 കപ്പ് ടെൻഡർ കോക്കനട്ട് പൾപ്പാണ് എടുത്തിട്ടുള്ളത്. അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്ന പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് 1/4 കപ്പോളം കോക്കനട്ട് മിൽക്ക് ചേർക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ചേർക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1/2 കപ്പോളം ടെൻഡർ കോക്കനട്ടിൻ്റെ പൾപ്പ് ചേർത്താൽ മതി. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ ചേർക്കുക. ഇനി കോക്കനട്ട് മിൽക്ക് ചേർക്കുന്നില്ലെങ്കിൽ 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ ഇതിലേക്ക് ടെൻഡർ കോക്കനട്ടിൻ്റെ പൾപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളിതിലേക്കുള്ള ആ ഒരു ടെൻഡർ കോക്കനട്ട് പൾപ്പൊക്കെ ചേർത്ത് അവസാനം മധുരത്തിന് ആവശ്യമുള്ള ഷുഗർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ അതാ ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലവണ്ണം ഒന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ എപ്പോഴും പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു പാല് തിളച്ച് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യം നല്ലവണ്ണം ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇപ്പോൾ അതാ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ടെൻഡർ കോക്കനട്ടിൻ്റെ പൾപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു തവി വെച്ചിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് തന്നെ കൊടുക്കുക.
അപ്പോൾ അതാ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിലേക്ക് കോക്കനട്ട് മിൽക്ക് ചേർക്കാറുണ്ട്. പക്ഷേ ഇന്ന് ചേർക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ 1/2 കപ്പ് ടെൻഡർ കോക്കനട്ട് പൾപ്പ് ചേർത്തിട്ട് വീണ്ടും ഒരു 1/4 കപ്പും കൂടി ഇതിലേക്ക് ടെൻഡർ കോക്കനട്ട് പൾപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. റെഡിമെയ്ഡ് ഇളനീർ പൾപ്പ് വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് 1/4 കപ്പോളം കോക്കനട്ട് മിൽക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ ഒരു 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ ഇളനീർ പൾപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1/2 കപ്പ് ഇളനീർ പൾപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഒരു 1/4 കപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മൊത്തം 1/4 കപ്പ് ടെൻഡർ കോക്കനട്ട് പൾപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഈ ഒരു പുഡിങ് തിളക്കേണ്ട ആവശ്യമില്ല. തിളച്ചിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതും കൂടി ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ഇതാ എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ജലാറ്റിനാണ്. അപ്പോൾ ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുന്നവരാണെങ്കിൽ ഒരേ സമയം നമ്മൾ പാലടുപ്പിൽ വെച്ച് കൊടുക്കുന്ന അതേ സമയം തന്നെ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. എന്നിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനിതിലേക്ക് ജലാറ്റിനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ അതാ നമ്മളിതിലേക്ക് ടെൻഡർ കോക്കനട്ട് പൾപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/4 കപ്പിലും കുറവ് 1/4 കപ്പിൻ്റെ പകുതിയേ വേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ ഇതിലേക്ക് ഷുഗർ. അപ്പം അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. പുഡിങ്ങിൽ എപ്പോഴും കുറച്ചൊന്ന് മധുരം മുന്നിട്ട് നിൽക്കണം കേട്ടോ. നമ്മൾ തണുപ്പിച്ച് സെറ്റ് ചെയ്തെടുക്കുകയല്ലേ ചെയ്യുന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ട്. ആ ഒരു സമയത്ത് മധുരം കുറയും. അതുകൊണ്ട് തന്നെ കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ജലാറ്റിനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ 1.5 ടേബിൾ സ്പൂൺ ജലാറ്റിന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ ചൂടായിട്ടുള്ള പുഡിങ്ങിലേക്ക് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ജലാറ്റിൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു ചൂടിൽ ജലാറ്റിന് മെൽറ്റ് ആയിക്കോളും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഡബിൾ ബോയിലിംഗ് രീതിയിൽ എങ്ങനെയാണ് നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുന്നതെന്നും കൂടി ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഡബിൾ ബോയിലിംഗ് നമ്മൾ ഈ ഒരു ജലാറ്റിന് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ തന്നെ നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. നേരിട്ട് മെൽറ്റ് ചെയ്തെടുക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആ ഒരു പാത്രം ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂണ് വെച്ച് ഇളക്കി യോജിപ്പിച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. ഇനി അങ്ങനെ ചെയ്യാതെ നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ജലാറ്റിന് മെൽറ്റായിട്ടുണ്ടാവും. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് കിട്ടും. ഇതാ ജലാറ്റിന് നമുക്ക് മെൽറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊരു എളുപ്പ വഴിയാണ് കേട്ടോ ജലാറ്റിൻ മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്താലും മതി കേട്ടോ. നമ്മൾ ഈ ഒരു പുഡിങ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു പാത്രത്തിൽ നല്ല ചൂടുള്ള വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. ഇനി ഈ മെൽറ്റ് ചെയ്തിട്ടുള്ള ജലാറ്റിൻ നമുക്ക് ആ ഒരു പുഡിങ്ങിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചൈന ഗ്രാസ് വെച്ച് ചെയ്യുന്ന സമയത്ത് ചൈന ഗ്രാസിൻ്റെയോ ഈ ഒരു പാലിൻ്റെയും ചൂട് ഒരേപോലെ ആയിരിക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ചൈന ഗ്രാസിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റോളം എന്തായാലും നമ്മളൊന്ന് ചൂടാക്കിയിട്ട് എടുക്കും. പക്ഷേ ഈ ഒരു ജലാറ്റിൻ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്കത് നേരിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ ഇതിലേക്ക് ജലാറ്റിൻ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിവിടെ സ്റ്റീലിൻ്റെ ട്രേയിലാണ് കേട്ടോ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1/2 ലിറ്റർ മിൽക്ക് വെച്ചിട്ട് ചെയ്തെടുക്കുന്ന പുഡിങ് സെറ്റ് ചെയ്യുന്ന ട്രേ ആണ് കേട്ടോ. ഈ ഒരു ട്രേനെ പറ്റിയിട്ടൊക്കെയുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ആ ഒരു പുഡിങ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രേയിൽ ജലാറ്റിൻ വെച്ചിട്ടുള്ള പുഡിങ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൈന ഗ്രാസ് വെച്ച് ചെയ്യുന്ന പുഡിങ് റൂം ടെമ്പറേച്ചറിലേക്ക് വരുന്ന സമയത്ത് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കത് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ജലാറ്റിൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പുഡിങ് എപ്പോഴും ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷമേ അത് മുഴുവനായിട്ട് സെറ്റായിട്ട് വരുവുള്ളൂ. അപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ജലാറ്റിൻ വെച്ചിട്ട് പുഡിങ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടിയും ഹൈറ്റുള്ള ട്രേയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക കേട്ടോ. ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് 5-6 മണിക്കൂറിന് ശേഷമാണ് ഇത് പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ബദാം ചോപ്പ് ചെയ്തത് വെച്ചിട്ടാണ് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നത്. ഓരോ പുഡിങ്ങും അവരവരെ ഇഷ്ടം പോലെ ഡെക്കറേഷൻ ചെയ്തെടുക്കുക കേട്ടോ.
നമ്മൾ ഈ ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ പൾപ്പ് വെച്ചിട്ട് ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അധികവും നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചൈന ഗ്രാസ് വെച്ചിട്ടാണ് പുഡിംഗ് ഉണ്ടാക്കി എടുക്കാറുള്ളത്. അപ്പോൾ ആ ഒരു ചൈന ഗ്രാസ് നമുക്ക് കുതിർത്ത് വെക്കേണ്ടതുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇളനീർ വാങ്ങി അതിൻ്റെ ആ ഒരു വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ചൈന ഗ്രാസ് കുതിർത്ത് വെക്കാറുള്ളത്. പക്ഷെ നമ്മൾ ഈ ഒരു ടെൻഡർ കോക്കനട്ട് പൾപ്പ് വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ചൈന ഗ്രാസ് സാധാ നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് തന്നെ വേണം നമ്മൾ കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. പക്ഷേ ടെൻഡർ കോക്കനട്ട് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ളത് കിട്ടാത്തവർക്കും ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു പൾപ്പ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നമുക്ക് ടെൻഡർ കോക്കനട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങിയിട്ട് തന്നെ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ബുദ്ധിമുട്ടുള്ളവർ മാത്രം ഈ ഒരു പൾപ്പ് വാങ്ങിയിട്ട് ഉണ്ടാക്കുക കേട്ടോ. ഞാനെപ്പോഴും ടെൻഡർ കോക്കനട്ട് വാങ്ങിയിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാറുള്ളത്. അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മളെപ്പോഴും നാച്ചുറലായിട്ട് ചെയ്യുന്ന സമയത്ത് അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും. പക്ഷെ നമുക്ക് ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്തുള്ള വലിയ ടാസ്ക്കാണ് ഈ ഒരു പാകത്തിനൊത്ത ഇളനീർ കിട്ടുക എന്നുള്ളത്. അപ്പോൾ കിട്ടുന്നവർ ആ ഒരു ഇളനീർ വെച്ചിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ പുഡിംഗ് സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ ജലാറ്റിൻ ഉപയോഗിക്കുന്നതിനെക്കാട്ടും നല്ലത് ചൈന ഗ്രാസ് വെച്ചിട്ട് പുഡിംഗ് ഉണ്ടാക്കി എടുക്കുന്നത് തന്നെയാണ് കേട്ടോ. ജലാറ്റിനും ചൈന ഗ്രാസും വെച്ച് ഉണ്ടാക്കുന്ന പുഡിങ്ങിന് രണ്ടും രണ്ട് ടെക്സ്ചറാണ്. പക്ഷേ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ജലാറ്റിനെക്കാട്ടും കൂടുതൽ ചൈന ഗ്രാസ് വെച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. കൂടുതൽ നേരം മെൽറ്റ് ആവാതെ പുറത്തിരിക്കാനൊക്കെ സഹായിക്കുന്നത് ഈ ഒരു ചൈന ഗ്രാസ് തന്നെയാണ്. അപ്പം ഞാൻ എപ്പോഴും പുറത്തേക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് ചൈന ഗ്രാസ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ജലാറ്റിൻ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതുപോലെ തന്നെ ജലാറ്റിന് നമ്മൾ വാങ്ങുന്ന സമയത്തും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. ജലാറ്റിൻ്റെയും ചൈന ഗ്രാസിൻ്റെയും ഒക്കെ വീഡിയോ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ജലാറ്റിൻ മാത്രമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.